ഹലോ. അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അല്ലേ, വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ള പറയണമെന്ന് തോന്നി ഒരു കാര്യത്തിൽ. അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ട്, ബഷീർ ഫാമിലിയുടെ വീഡിയോസ്. അപ്പോൾ സുഹാനയെ പറ്റിയുള്ളൊരു 2, 3, 4, 5, 6 കുറേ വീഡിയോസ്, റിയാക്ടിങ് വീഡിയോസും അങ്ങനെ കുറേ കമൻസും എല്ലാം ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ, ബഷീറുടെ ഫസ്റ്റ് വൈഫ് സുഹാനയാണ് മെയിൻ. കാരണം സുഹാനയെക്കുറിച്ചാണ് കുറേ നെഗറ്റീവ് കമൻസും കുറേ അനാവശ്യവും ഒക്കെ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പം നമ്മളൊരു കാര്യം ആലോചിക്കണം. നമ്മൾ ഒരു കമൻറ്റ് ബോക്സ്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് നമ്മളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കമൻറ്റ് ബോക്സ്. അല്ലാതെ അതിൽ കയറി അവരെ അനാവശ്യം പറയുക, അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുക, അതിനു വേണ്ടിയുള്ളതല്ല ഈ കമൻറ്റ് ബോക്സ്. അഭിപ്രായങ്ങൾ പറയണം. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ, ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വീഡിയോയിലുള്ള ഒരു അഭിപ്രായം, അത് നെഗറ്റീവ് അഭിപ്രായമാകാം, പോസിറ്റീവ് അഭിപ്രായമാകാം, അതെന്തും ആയിക്കോട്ടെ, പക്ഷേ അത് നമ്മൾ രേഖപ്പെടുത്താം. പക്ഷേ ഈ അനാവശ്യ കാര്യങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഈ കമൻറ്റ് ചെയ്യുന്നവരും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അവർക്കും ഫാമിലിയുണ്ട്, അവർക്കും മക്കളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ബഷീറുടെ കാര്യം. മുസ്ലിം സമുദായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്യാമെന്ന്. ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറുണ്ട്, എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല അതിന് വിശദമായിട്ട്, 2, 3 എത്രയോ വിവാഹം ചെയ്യാം. അപ്പം അങ്ങനെ, പക്ഷേ ആ വിവാഹം ചെയ്യുന്നത് ഫസ്റ്റ് വൈഫിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി വേണം രണ്ടാമത് വിവാഹം കഴിക്കേണ്ടത് എന്നാണ് ഇസ്ലാം മതത്തിൽ പറയുന്നത്. ഫസ്റ്റ് വൈഫിൻ്റെ സമ്മതത്തോടു കൂടി വേണം വേറൊരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ. അപ്പോൾ പറയുന്ന സുഹാനയും ബഷീറും കൂടെ ലവ് മാരേജ് ആയിരുന്നു. സുഹാന വേറെ കാസ്റ്റായിരുന്നു, ക്രിസ്ത്യൻ ആയിരുന്നു. സുഹാന അത് മുസ്ലിം കാസ്റ്റിലേക്ക് മാറി ബഷീർ വിവാഹം ചെയ്തതിന് ശേഷം. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം, അവരുടെ ഇഷ്ടം, സ്നേഹം, മതം മാറുക, അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് പോട്ടെ, അത് വിട്ടേരും. അപ്പോൾ സുഹാനയുടെ സ്വന്തം സമ്മതത്തോടു കൂടി ആയിരിക്കണം സുഹാന ചിലപ്പോൾ മഷൂറായി വിവാഹം ചെയ്യാൻ ബഷീർക്ക് വിവാഹം ചെയ്യാൻ സമ്മതിച്ചത്. അത് പ്രേക്ഷകരായ നമ്മൾക്കറിയില്ല അവരുടെ കാര്യങ്ങൾ. സുഹാന വിസമ്മതിച്ചിട്ടാണോ അതോ സുഹാന സമ്മതിച്ചിട്ടാണോ ബഷീർ മഷൂറായി വിവാഹം ചെയ്തതെന്ന് വ്യൂവേഴ്സ് ആയിട്ടുള്ള, കാണികളായിട്ടുള്ള നമ്മൾക്കറിയില്ല, അല്ല, എന്നെപ്പോലെ കാണികളായിട്ടുള്ള നിങ്ങൾക്കും അറിയത്തില്ല. പക്ഷേ ഈ കമൻ്റ് ഇടുന്നവർ അവരുടെ വീട്ടിൽ പോയി അവരുടെ എല്ലാ കാര്യവും അന്വേഷിച്ച് അവരുടെ അതെല്ലാം നോക്കി അവരെല്ലാം മനസ്സിലാക്കി കമൻറ്റ് ചെയ്യുന്നത് പോലെയാണ് ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രമല്ല അവരുടെ ലൈഫ്, അല്ലേ? നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ അവരുടെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റോ വീഡിയോസ് മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ അതിലും അപ്പുറം അവർ ജീവിക്കുന്നുണ്ട്.
അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഇപ്പം സുഹാനയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സുഹാന ഞാൻ പല കമൻറ്റും കണ്ടിട്ടുണ്ട്. സുഹാന കഴിക്കാൻ വേണ്ടിയും കുടിക്കാൻ വേണ്ടിയുമാണ് ബഷീറോട് നടക്കുന്നത്. എന്തായാലും ഞാനും ഒരു സ്ത്രീയാണ്, ഞാനും ഒരു പെണ്ണാണ്. അപ്പം പുള്ളിക്കാരി എന്നല്ല, എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീയും ഒരു ഭാര്യയും ഒരു അമ്മയും കഴിക്കാൻ വേണ്ടിയും കുടിക്കാൻ വേണ്ടിയും സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പുള്ളിക്കാരിയുടെ സന്തോഷമായിരിക്കും പുള്ളിക്കാരി പുറത്ത് പ്രകടിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? പുള്ളിക്കാരിയുടെ ക്യാരക്ടർ അതായിരിക്കും. പുള്ളിക്കാരി ഓവർ ടോക്കിംഗ് ആയിരിക്കും. പക്ഷെ മഷൂറായോ ലിമിറ്റഡ് ടോക്കിംഗ് ആയിരിക്കും. പക്ഷെ അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. എന്താ സുഹാന മാത്രമേ അവരുടെ കൂട്ടത്തിൽ കഴിക്കുന്നുള്ളൂ? മഷൂറ കഴിക്കുന്നില്ലേ? ബഷീർ കഴിക്കുന്നില്ലേ? അവരുടെ മക്കൾ കഴിക്കുന്നില്ലേ? അവരെല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. സുഹാനയെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ? അല്ല. അതൊക്കെ അവരുടെ ഓരോരോ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പിന്നെ പറയുന്നത് സുഹാന മൊത്തം ആക്ടിങ് ആണെന്ന്. സുഹാന ആക്ടിങ് ആണെന്ന് നമുക്ക് സുഹാനയുടെ സ്വഭാവമായിരിക്കും അത്, സുഹാനയുടെ ക്യാരക്ടർ ആയിരിക്കും അത്. അപ്പോൾ ഒരാളെയും ഒരു വീഡിയോ കണ്ടോ, അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ഒരു വീഡിയോ കണ്ടോ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ഷോർട്സ് കണ്ടോ ഒന്നും നമ്മൾ ഒരു ഫാമിലിയും വിലയിരുത്താൻ പറ്റത്തില്ല. ഇപ്പം തന്നെ നമ്മൾ കണ്ട് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് കുഞ്ഞാറ്റയും അമലിൻ്റെയും ഒരു ഇഷ്യൂ കണ്ട്. നമ്മൾ പക്ഷെ കാണുന്ന സമയത്ത് എന്താ, അവർ ഭയങ്കര ഹാപ്പി, അവർ ഭയങ്കര സ്നേഹം, അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളൊരു റീലിൽ കാണുന്നത്. പക്ഷെ അവരുടെ ലൈഫ്, അവരുടെ യഥാർത്ഥ ലൈഫ് എന്താണെന്ന് അവർക്കല്ലേ അറിയത്തുള്ളൂ. അതുപോലെയാണ് ഇവരുടെ കാര്യവും. എന്തായാലും ഇപ്പം സുഹാനയ്ക്ക് കഴിക്കാനും കുടിക്കാനാണെങ്കിലും സുഹാനയ്ക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. സുഹാന ആ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് സുഹാനയ്ക്ക് ഇൻകം ഉണ്ടാക്കി അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാം. സുഹാന ഇപ്പോൾ ഒറ്റയ്ക്കാവുകയാണെങ്കിൽ സുഹാനയ്ക്കായിരിക്കും കൂടുതൽ സപ്പോർട്ട്. ഈ ബഷീർക്കും മഷൂറയ്ക്കും സപ്പോർട്ട് കിട്ടത്തേ ഇല്ലായിരിക്കും. അപ്പം സുഹാനയ്ക്ക് വേണമെങ്കിൽ സുഹാന ഒറ്റയ്ക്ക് തിന്നാൽ പോരെ, സുഹാനയ്ക്ക് കഴിക്കാനും കുടിക്കാനും ആണെങ്കിൽ. അപ്പം നമ്മൾ വേറെ ഒരു ആവശ്യമില്ലാതെ നമ്മൾ ആരെയും കണ്ട്, നമ്മൾ ഈ വീഡിയോസ് ഒന്നും കണ്ട് നമ്മൾ ആരെയും വിലയിരുത്താൻ പോകരുത്. അനാവശ്യ കമൻറ്റ് പറയാൻ പോകരുതെന്നല്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അവർക്കും ഒരു മനസ്സുണ്ട്, അവരത് വേദനിക്കും, മറ്റുള്ളവർക്ക് അതെങ്ങനെ ബാധിക്കും എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു സൈബർ ബുള്ളിങ് ആണ് അവരൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അവർക്ക് ക്യാഷ് ഉണ്ട്, അവർക്കെല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് എന്തുവാ ഒരു അഭിപ്രായം പറയാം, എന്താണ് നെഗറ്റീവ് അഭിപ്രായം പറയാം, പോസിറ്റീവ് അഭിപ്രായം പറയാം, എല്ലാം പറയാം. പക്ഷേ അതൊരു എന്താ പറയുക, അത് ഒരു മാന്യമായിട്ട് വേണം നമ്മളത് അഭിപ്രായം നമ്മൾ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. അവർക്ക് അത്രയും വിഷമമുള്ളതുകൊണ്ടായിരിക്കും അവർ ഞാൻ കണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, അവർ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നുണ്ടെന്നോ മറ്റോ എന്തോ കണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത്രയ്ക്കും ഉള്ളത് കൊണ്ടായിരിക്കും അവർ അതിലോട്ട് പോയത്. സുഹാനയ്ക്ക് കുഴപ്പമില്ല, സുഹാനയുടെ 2 മക്കളുണ്ട്, അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് എന്താണ് അല്ലേ? അപ്പോൾ അതുപോലെയാണ് നമ്മൾ സുഹാനയുടെയും ബഷീറിൻ്റെയും മാത്രം കാര്യമല്ല, മറ്റു പലരുടെയും കാര്യം. അങ്ങനെ എത്രയോ യൂട്യൂബേഴ്സ് എത്രയോ പേരുണ്ട്. അത് നെഗറ്റീവ് കമൻസ് ഇടാം, നമുക്ക് ഇടല്ലെന്നല്ല, ഇടാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി അവരെ ഇങ്ങനെ എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള പരിപാടിയെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കുകയാണ് ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടണമെന്ന്. അതിപ്പോൾ എനിക്ക് തോന്നിയ, എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന എനിക്ക് തോന്നിയ ഒരു ചെറിയ അഭിപ്രായമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.